ഇപ്പൊ ഈ സ്റ്റേറ്റ് എക്കോണമിക്ക് എങ്ങനെയാണ് കുംഭമേളകള് ലാഭകരമായിട്ടുള്ളൊരു കാര്യമായിട്ട് മാറുന്നതിന് RSSന്റെ മുഖപത്രമായ ഓർഗനൈസർ തന്നെ കേരളത്തിലെ ഈ ഉത്സവത്തിനോടനുബന്ധിച്ചൊരു റിപ്പോർട്ട് ഓർഗനൈസറിൽ വന്നിരുന്നു. അത് പറയുന്നത് പിണറായി വിജയൻ സർക്കാർ 2 ലക്ഷം കോടി രൂപ വെറുതെ പാഴാക്കിയതാണ്. അതായത് ഇതിന് കിട്ടുമായിരുന്നു. അതിന്റെ ഒരു കണക്ക് പറയുന്നുണ്ട്. ഇപ്പോ 2025 പ്രയാഗ്രാജിലെ കുംഭമേളയില് 66 കോടി ആൾക്കാരാണ് വന്നു എന്നാണ് ഓർഗനൈസർ പറയുന്നത്. അതില് 2.8 ലക്ഷം കോടി രൂപയുടെ എക്കോണമിയാണ് ബിൽഡ് ചെയ്ത് UP മാത്രമായിട്ട്. അതായത് UP ഗവൺമെന്റ് 7,500 കോടി രൂപ UP ഗവൺമെന്റ് മാത്രം കൊടുത്തു, 1,500 കോടി രൂപ കേന്ദ്രം കൊടുത്തു. ഈ 9,000 കോടി രൂപയെന്നാണ് 2.8 ലക്ഷം കോടി രൂപയുടെ എക്കോണമി ബിൽഡ് ചെയ്തത് എല്ലാം കൂടിയിട്ട്. അതായത് അതിൻ്റെ ഒരു കണക്ക് ഇപ്പൊ യോഗി ആദിത്യനാഥിന്റെ സർക്കാർ 1 രൂപയാണ് മുടക്കുന്നതെങ്കിൽ 35 മുതൽ 40 രൂപ വരെയാണ് റിട്ടേൺ വരുന്നത്. ഈ കേരളത്തിന്റെ കുംഭമേളയെ കുറിച്ചും ഓർഗനൈസറിന്റെ ഒരു കൗതുകരമായ കണക്കുണ്ട്. അതായത് 1 കോടി മുതൽ 2 കോടി വരെ തീർത്ഥാടകരാണ് ഈ അടുത്ത വർഷങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നത്. ഒരാള് 2,000 മുതൽ 5,000, 2,500 രൂപ മുതൽ 5,000 രൂപ വരെ ഇത്രയും ദിവസങ്ങൾ നിൽക്കുമ്പോൾ ചെലവാക്കും. അപ്പൊ 1 കോടി തീർത്ഥാടകരാണെങ്കിൽ 50,000 കോടി മുതൽ 1 ലക്ഷം കോടി രൂപ വരെ വരുമാനം ഉണ്ടാവും. അത് 2 കോടി സന്ദർശകരാണെങ്കിൽ 2 ലക്ഷം കോടി രൂപ വരെ വരുമാനം ഉണ്ടാവും. ഈ സാമ്പത്തികമായിട്ടുള്ള വരുമാനം മാത്രമല്ല, അതിനനുബന്ധമായിട്ട് ഈ പറഞ്ഞ പോലെ ഇൻഫ്രാസ്ട്രക്ചറിന്റെ ഡെവലപ്മെന്റ്, റോഡുകള്, ഫ്ലൈ ഓവറുകൾ വരുന്നു, ഭാരതപ്പുഴ ശുദ്ധീകരിക്കുന്നു. അതൊക്കെ രസകരമായുള്ള ഒരു ആർഗ്യുമെന്റ് ആണ്. അങ്ങനെയൊക്കെ ആയിട്ട് വളരെയധികം ഒരു സ്റ്റേറ്റ് എക്കോണമിയെ ഒരു ബിൽഡ് ചെയ്യാനുള്ള ഒരു അവസരമായിട്ട് എന്തുകൊണ്ട് നിങ്ങൾ ഇതിനെ ഉപയോഗിക്കുന്നില്ല എന്നാണ് ഓർഗനൈസർ രോഷത്തോടു കൂടി ചോദിക്കുന്നത്.